Hi everybody, welcome back to my YouTube channel. So this is Hasmi and it is day 8 of daily posting contents in online. യാ ഞാൻ ഇന്നൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാൻ ഭയങ്കര ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മോട്ടിവേഷൻ തന്നായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് കുറേ റിപ്ലൈസ് വന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്. എന്താ ഹസ്ബൻഡ് നീ ഇത്രയൊക്കെ തിന്നിട്ട് എനിക്ക് മറ്റേ അസുഖം വന്നപ്പോൾ ഈ എന്നെ എല്ലാം ഇടങ്ങാറായി എന്നൊക്കെ ചോദിച്ചിട്ട്. സോ എനിക്കതിലൊരു വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സം അസുഖം. ഓക്കെ, ആൻഡ് എനിക്ക് ഫാറ്റി ലിവർ വന്നായിരുന്നു ഗ്രേഡ് 1. ഓക്കെ, ഗ്രേഡ് 1 or 2, എനിക്കറിയില്ല എത്ര എന്നുള്ളത്. ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ അസുഖം എൻ്റെ ഒരു സർക്കിളിൽ ഞാനൊരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ 5 ആൾക്കാർക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ്. അത് ആർക്കും മനസ്സിലാവുന്നത് പോലും ഇല്ല അതുണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്കൊരു ദിവസം യൂറിൻ ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ആക്സിഡൻ്റലി ഞാൻ കണ്ടു എൻ്റെ SGOT PT ഭയങ്കര കൂടുതലാണെന്നുള്ളത്. എനിക്കൊന്നും മനസ്സിലായൊന്നുമില്ല, കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഫാറ്റി ലിവർ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് സ്കാൻ ചെയ്യണം നന്നായിരിക്കും എന്ന്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട്. എനിക്ക് ഭയങ്കര പേടിയായി. എനിക്കിങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രത്യേകിച്ച് കുറച്ച് പേടിയാവും. ഓക്കെ, ദെൻ ഞാൻ നോക്കുമ്പം ചോദിച്ചു എന്താ കള്ളു കുടിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, കള്ളു കുടിക്കാറില്ല. ഭയങ്കരമായിട്ട് ഫാറ്റുള്ള ഫുഡ് കഴിക്കാറുണ്ടോ? അങ്ങനെയൊന്നും കഴിക്കാറില്ല. പിന്നെ എന്തൊക്കെയാണ് കഴിക്കൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മയോണൈസ് കഴിക്കും, ഷവർമ കഴിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നാട്ടിലില്ലായിരുന്നു. ഇവിടെ വന്നപ്പം എല്ലാ ബേക്കറിയും എല്ലാ സ്ഥലത്തും പോയി ഇഷ്ടംപോലെ തിന്നുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് എൻ്റെ ഈവനിങ് സ്നാക്സ്, അതായത് ചായ കുടിക്കുന്ന ശീലം കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ മഞ്ചേരി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കാൻ പോകും. എന്നിട്ട് എല്ലാ കടിയും എടുക്കും. ഒരു പഴംപൊരി, ഒരു ഉള്ളിവട, അവിടെ എന്തൊക്കെ കടിയുണ്ട് അതൊക്കെ എടുത്ത് കഴിക്കും. അങ്ങനെ എനിക്ക് ഫാറ്റ് ലിവർ വന്നു. അത് അറിഞ്ഞതുപോലുമില്ല. എന്തോ ഭാഗ്യത്തിന് ചക്കട്ടപ്പം മൊയിലിട്ട് കയറുന്ന പോലെ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോയി ഡയറ്റ് കൺട്രോൾ ചെയ്തു. അതിനെ റിവേഴ്സ് ചെയ്തു. അതായത് ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻ ഒന്നുമില്ല. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞ സാധനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു 6 മാസം കൂടുമ്പം, നിങ്ങൾക്കൊരു 25 വയസ്സിൽ കൂടുതലുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൂടുമ്പം ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക, ഒരു ഫുൾ ബോഡി ചെക്കപ്പ്. എന്തെങ്കിലും പ്രശ്നം അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതാക്കാമല്ലോ. ആൻഡ് കീപ് ഡൂയിങ് എക്സസൈസ് ആൻഡ് ഓൾ. എക്സസൈസ് നല്ലതാണ്, കാരണം നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും, ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാം. പിന്നെ കുറച്ച് മൊഞ്ചും ആവും. നിങ്ങൾ കണ്ടിട്ടില്ലേ, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഹെൽത്തി ആണത്. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതും കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു ജേണി. ആൻഡ് ലൈക്ക് ഐ ആം കൺഫ്യൂസ് ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് ഐ ഹാവ് ടു സേ എന്നുള്ളതിൽ. ഇനി എന്ത് കാര്യങ്ങളും ഞാൻ പറയാൻ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. അപ്പം എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കേട്ടോ. എന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 100 days പോസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ കണ്ടൻറ്റ്സ് ഇതാക്കുന്നത്. ഗ്രാജുവലി ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് day 8. 8 ദിവസമല്ലേ ആയിട്ടുള്ളൂ. മേ ബി ഒരു 10-15 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇതിലൊരു ഇൻട്രോ വീഡിയോ ഇടും, എഡിറ്റിംഗ് തുടങ്ങും, പുതിയ കോണ്ടൻറ്റ്സ് തുടങ്ങും. അതായത് എല്ലാം ശരിയായിട്ട് തുടങ്ങാം എന്ന് വെച്ചിട്ടാണ് ഇത്രയും കാലം ഒന്നും ഇടാണ്ടിരുന്നത്. സോ ഇപ്പോൾ പതുക്കെ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ലേണിങ്, കീപ് ഡൂയിങ് എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് സിംപ്ലി വെനെവർ ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ഐ വിൽ ജസ്റ്റ് ഓൺ മൈ ക്യാമറ ആൻഡ് ഐ വിൽ റെക്കോർഡ് ഇറ്റ്. മേ ബി ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിലൊക്കെ തെറ്റുണ്ടോ ഞാൻ ഒന്നും ചിന്തിക്കുന്നൊന്നുമില്ല. വാട്ട് എവർ ലൈക്ക് ഐ ഫീൽ ലൈക്ക് ടോക്കിംഗ് ഐ എം ടോക്കിംഗ്, ദാറ്റ്സ് ഓൾ. ഞാനൊന്ന് ചിന്തിക്കട്ടെ വേറെ എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ എന്നുള്ളത്. യൂഷ്വലി ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം വരുന്നത് കള്ള് കുടിക്കുന്ന ആൾക്കാർക്കാണ്. അതിൻ്റെ പേര് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ്. പക്ഷേ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് ആൽക്കഹോൾ ഇല്ലാതെ തന്നെ എല്ലാ ആൾക്കാരിലും ഫാറ്റി ലിവർ വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യണം, നന്നായിരിക്കും. അതായത് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഇപ്പം എൻ്റെ അറിവിലുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരിങ്ങനെ ചിക്കനോ മട്ടനോ ഒന്നും കഴിക്കുന്നില്ല. അവർ പ്യുവർ ലൈക്ക് വെജായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കും ഫാറ്റി ലിവർ വരുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഇങ്ങനെ ഫാറ്റാടി വലിയ ചിക്കനോ മട്ടനോ ബീഫോ അത് കഴിച്ചുകൊണ്ട് മാത്രമല്ല വരിക. നിങ്ങൾ പച്ചക്കറി മാത്രം കഴിച്ചാലും അപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കള്ളു കുടിക്കണമെന്നോ അങ്ങനത്തെ ഒരു കാര്യമില്ല. നമ്മൾ
നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഫുഡ് ഹാബിറ്റിൽ നിന്ന് വരുന്നതാണ്. അപ്പം കീപ്പ് ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഐ മീൻ ആകെ 150 റുപ്യേൻ്റെ കേസേ ഉള്ളൂ. നേരെ പോവുക ഏതെങ്കിലും നീതി ലാബിലോ വേറെ ഏതെങ്കിലും ഒരു ലാബ് പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 150 റുപ്യ എടുക്കുക, SGOT ആൻഡ് SGPT ലിവർ ഫങ്ഷനിങ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. അത് പോവുക ചെയ്യുക. അപ്പോൾ അതിനൊരു ഒരു ഇതുണ്ട്, ഒരു കണക്കുണ്ട്, അത് അതിൽ തന്നെ ഉണ്ടാവും. ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്നിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കുക. ദാറ്റ്സ് ഓക്കെ നോ. സോ യാ ഐ എം എ ഫാറ്റി. ഫോണിൽ സ്റ്റോറേജ് തീർന്നു. ബൈ, സീ യു ടുമോറോ.